ദിഹാങ്ക ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ അഗ്രഹാരങ്ങളിലൊക്കെ കണ്ടുവരുന്ന അമ്മിയാർ അട അല്ലെങ്കിൽ അട ദോശ എന്ന് പറയുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ 1 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി ഇവ രണ്ടും നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളമൊഴിച്ച് ഒരു പാത്രത്തിൽ വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് തുവരപ്പരിപ്പ് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ഒരുപാട് ചൂടാവണ്ട. അങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യണം, അത്രയും മാത്രം മതി. അല്ലെങ്കിൽ കൂടുതൽ റോസ്റ്റ് ആയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരി കുതിർക്കാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു വലിയ സ്പൂൺ കുരുമുളക്, മുഴം കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക് ഇതൊക്കെ കൂടിയിട്ട് അതിനകത്ത് ഇട്ട് ഇത് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കണം. അരിയും പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ സൂക്ഷിക്കുക, കാരണം നല്ല ജീരകം ചെറിയ മണിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഊർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടിയിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മഷി പോലെയല്ല അരയ്ക്കുന്നത്, തരിതരിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാം ഞാനിങ്ങനെ അരച്ചിരിക്കണേന്ന്. നല്ല തരിതരികൾ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മാവ് കലക്കി വയ്ക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന മാവ് നമുക്ക് നൈസായിട്ടും പരത്താം, കട്ടിയിലും ഉണ്ടാക്കാം. 2 രീതിയിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ദോശച്ചട്ടിയിൽ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ഭാഗവും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കട്ടി കൂടുതലാണെങ്കിൽ പ്രത്യേകിച്ച്, നൈസായിട്ടാണെങ്കിൽ കുറച്ച് വെന്ത് കിട്ടും. പക്ഷേ എന്നാലും ഇത് 2 ഭാഗം വേവിക്കുന്നതാണ് നല്ലത്. വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ദോശയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ ഈ അമ്മിയാർ അട അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് ദോശ എന്ന് പറയുന്നത് ഇത് ഞാൻ ചീനച്ചട്ടിയിലിട്ടിട്ട് കട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങാ ചട്നി ഉപയോഗിക്കാം, സാമ്പാറിൻ്റെയും കൂടെ കഴിക്കാം. പക്ഷേ ഈ മുളക് ചട്നിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.